Good morning, students. Today we'll discuss about the cooperation, the definition of cooperation, characteristics, and objectives. When we look at the definitions given by various persons about cooperation, there is a lot of difference in the views of thought of various individuals, and so I have quoted two of the definitions here, which seems to cover almost all the aspects of cooperation, because some definitions, when we see that, we understand that it covers only one aspect of cooperation, or it is focusing on some other elements. Already we know that for each category of people, cooperation has a different meaning. We have already discussed in the last video that for a sociologist it is of social justice, for an economist it is of economic equality, from the ethical point of view or legal point of view differs. So in the same, due to this reason, the definition of cooperation also the definition is also given in a variety of ways, and here I am pointing out two definitions. One is given by International Cooperative Alliance, ICA, and according to ICA, a cooperative is an autonomous association of persons united voluntarily to meet their common economic, social, and cultural needs and aspirations through a jointly owned enterprise. കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മോഡേൺ വ്യൂവിലുള്ള ഒരു ഡെഫിനിഷനാണ് ICA തന്നിട്ടുള്ള ഈ ഡെഫിനിഷൻ. പ്രിമിറ്റീവ് വ്യൂസൊക്കെ നമ്മൾ പറഞ്ഞു, പ്രിമിറ്റീവ് വ്യൂസ് അല്ല. പ്രിമിറ്റീവ് വ്യൂസിൽ കോപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളത് ഇങ്ങനൊരു മോഡുണ്ട്, അത് അഡോപ്റ്റ് ചെയ്യാം എന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്തതല്ല. അത് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ മോഡേൺ വ്യൂവിലുള്ള കോപ്പറേഷൻ എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതൊരു ഫോം ഓഫ് എൻ്റർപ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഈ ഡെഫിനേഷൻ ICA തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഓട്ടോണമസ് അസോസിയേഷൻ ആണെന്ന് പറഞ്ഞാൽ അവരുടെ നിയമങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. ദേ ഹാവ് ദെയർ ഓൺ ബൈലോസ്. ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അവരുടേതായ ബൈലോസ് ഉണ്ടാവും. അതിൻ്റെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുകളുണ്ട്, ഒരു ലീഗൽ ഫോർമാറ്റ് ഉണ്ട് വിച്ച് ദേ ഹാവ് ടു ഫോളോ. അങ്ങനെയുള്ള ഒരു ഓട്ടോണമസ് അസോസിയേഷനാണ് ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് വളണ്ടറിലി, ഒരു കമ്പൽഷനും കൂടാതെ വളണ്ടറി ആയിട്ട് സ്വമേധയാ കൂടിച്ചേരുന്ന ഒരു കൂട്ടം ആൾക്കാർ സ്വമേധയാ വരുന്നതിൻ്റെ വന്നിട്ട് വോളണ്ടറി ടു മീറ്റ് ദ കോമൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ്, അവരുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ ആവശ്യങ്ങൾ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഒരു കോപ്പറേറ്റീവ് ഫോമിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ജോയിൻ്റ്ലി ആസ്പിറേഷൻസ് ഫോർ ജോയിൻ്റ്ലി ഓൺഡ് എൻ്റർപ്രൈസ്. അത് ഈ എൻ്റർപ്രൈസും ഓൺ ചെയ്യുന്നത് ജോയിൻ്റ്ലി ആണ്, അവരൊരുമിച്ചാണ് ഇതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ആണ് ICAൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഞാൻ ഒന്നും കൂടെ വായിക്കാം. എ കോപ്പറേറ്റീവ് ഇസ് എൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് വളണ്ടറിലി ടു മീറ്റ് ദെയർ കോമൺ ഇക്കണോമിക്, സോഷ്യൽ and cultural needs and aspirations through a jointly owned enterprise. Then I have quoted a definition given by Lambert. According to Lambert, a cooperative society is an enterprise formed and directed by an association of users. ഓക്കെ, അതേപോലെ മേലെ പറഞ്ഞ ICAൻ്റെ ഡെഫിനിഷൻ പോലെ തന്നെയാണ് പറയുന്നത്. ഫോംഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ an association of users applying within itself the rules of democracy and directly intended to serve both its own members and the community as a whole. കുറച്ചും കൂടെ ഒരു വൈഡർ ആയിട്ടുള്ള ഡെഫിനിഷനാണ് ലാംബേർട്ട് തന്നിരിക്കുന്നത്. അതായത് ഇവരിങ്ങനെ വോളണ്ടറി അസോസിയേഷൻ ഫോം ചെയ്ത് അവർ ജോയിൻ്റ്ലി ഫോം ചെയ്ത് ജോയിൻ്റ്ലി റൺ ചെയ്ത് ഈ ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുന്നത് അവരുടെ മാത്രം നന്മയ്ക്കല്ല, അവരുടെ മെമ്പേഴ്സിൻ്റെ നന്മയോട് കൂടെ തന്നെ അത് കമ്മ്യൂണിറ്റീനെ ഹോളായിട്ട് സെർവ് ചെയ്യാനും കൂടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നൊരു ഡെഫിനിഷനാണ് ലാംബേർട്ട് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞ ഡെഫിനിഷൻസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത
കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് വരാം. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? ഒന്ന് നമ്മൾ പറഞ്ഞു, അതൊരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്, ഒരു വ്യക്തിയല്ല. കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിയല്ല, അതൊരു കൂട്ടം ആൾക്കാരാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്, അസോസിയേഷനാണ്, കുറച്ച് പേര് ചേർന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. രണ്ടാമത് പറയുന്നത് ഇറ്റ്സ് എൻ എൻ്റർപ്രൈസ്. ശരിയാണല്ലോ, അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യാണ്, പക്ഷേ നോട്ട് വിത്ത് ആൻ ഇൻറ്റൻഷൻ ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. നമ്മുടെ ബിസിനസ് എൻ്റർപ്രൈസിനെ നമ്മൾ എന്താ പറയുക, അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യുന്ന വിത്ത് എ മോട്ടീവ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. പക്ഷേ ഇതും ഒരു എൻ്റർപ്രൈസാണ്, പക്ഷേ അതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് വിത്ത് ആൻ ഇൻറ്റൻഷൻ ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. ഇവിടെ മെമ്പേഴ്സ് മാനേജ് ദ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് കളക്റ്റീവ്ലി അറ്റ് ദെയർ ഓൺ കോസ്റ്റ് ആൻഡ് ഷെയർ ജോയിൻ്റ്ലി ദ ഗെയിൻസ് ആർ ലോസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ, ഒരു എൻ്റർപ്രൈസിൽ എങ്ങനെയാണോ ഇത് ഷെയർ ചെയ്യുന്നത്, ബിസിനസ് നമ്മളതിനെ കമ്പയർ ചെയ്യേണ്ട, എന്നാലും എങ്ങനെയാണോ ഷെയർ ചെയ്യുന്നത് അതേപോലെ ഒരുമിച്ച് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നു, എന്നിട്ട് അത് ഒരുമിച്ച് ഷെയർ ചെയ്യുന്നു, ലാഭമാണെങ്കിൽ നഷ്ടമാണെങ്കിൽ. അങ്ങനെയാണ്, അതൊരു എൻ്റർപ്രൈസാണ്. ദെൻ ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ. വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വമേധയാ തുടങ്ങുന്ന അസോസിയേഷൻ എന്നാണ് വോളണ്ടറി അസോസിയേഷൻ, വിത്തൗട്ട് എനി കമ്പൽഷൻ. എനിക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആവണം ഞാനെങ്കിൽ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഡ്യൂ ടു സംവൺ ഈസ് കമ്പലിങ് മീ ടു ബി എ മെമ്പർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോപ്പറേറ്റീവ് സൊസൈറ്റി just because I intend to be a member. I myself is interested in becoming a member. അങ്ങനെ ഞാൻ മെമ്പർ ആവുമ്പോൾ അത് ആണ്, അങ്ങനെ ആവുന്നതിനെയാണ് വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു എന്താ പറയുക, ഫോഴ്സ്ഡ് അല്ലാത്തതാണ് വോളണ്ടറി അസോസിയേഷൻ. ദെൻ സർവീസ് ഒബ്ജക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞു, കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഡസൻറ്റ് ഹാവ് എ പ്രോഫിറ്റ് മോട്ടീവ്. അവർക്ക് ലാഭം ഉണ്ടാവണില്ല എന്നൊന്നല്ല അതിനർത്ഥം, ദേ ആർ മേക്കിംഗ് പ്രോഫിറ്റ്, പക്ഷേ അവർ ഭയങ്കര മീഗർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റാണ് ഉണ്ടാക്കുക. ആൻഡ് ദ മെയിൻ ഇൻറ്റൻഷൻ ഇസ് നോട്ട് മേക്കിംഗ് പ്രോഫിറ്റ്. അവർ സർവീസ് മോട്ടീവാണ്. അതിൻ്റെ ഇടയിൽ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സർവീസ് ഒബ്ജക്റ്റീവാണ് അവർക്ക് ഉണ്ടാവുക. ദെൻ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. എന്താ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ, ഇത് ഓരോ മെമ്പർക്കും ഈക്വൽ ആയിട്ടുള്ള സ്ഥാനമാണ് ഉണ്ടാവുക. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അകത്ത് 5 മെമ്പേഴ്സ് കൂടിയിട്ട് ഒരു സൊസൈറ്റി തുടങ്ങി, അതിൽ ഒരാളായിരിക്കും ചിലപ്പോൾ മേജർ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഒരു ക്യാപിറ്റലിസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ, ക്യാപിറ്റലിസ്റ്റിക് സിസ്റ്റമാണ് അതിനകത്ത് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഈ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർക്കും കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാവാം. പക്ഷേ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്താലും വേണ്ടില്ല, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള ഒരു രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ദെൻ ഈക്വാലിറ്റി. എന്തൊക്കെയാണ് ഈക്വാലിറ്റി ഉള്ളത് നോക്കൂ. നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത്. പല ജാതിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അവരാണ് പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതെങ്കിലും അവിടെ എന്തില്ല, അതിൻ്റെ ബേസിസിൽ, റിലീജിയസ് ഫെയ്ത്തിൻ്റെ ബേസിസിൽ അവരെ മാറ്റി നിർത്തുന്നില്ല. ദെൻ പൊളിറ്റിക്കൽ ഐഡിയോളജി. ഇപ്പം ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഫോളോ ചെയ്യുന്ന BJPക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എന്തുണ്ടാവുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. അല്ലെങ്കിൽ ഇവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിലുള്ള ആൾക്ക് പറ്റില്ല, അങ്ങനെയില്ല. ഈക്വലി ട്രീറ്റ് ചെയ്യണം. ദെൻ ഇക്കണോമിക് സ്റ്റാറ്റസ്. ഏത് സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളാണെങ്കിലും അയാൾക്ക് ഒരേ തുല്യമായിട്ടുള്ള നീതിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുക. ആൻഡ് ഓൾസോ അബൌട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇങ്ങനെ ഏതൊക്കെ കാറ്റഗറി വൈസ് നമ്മൾ നോക്കിയാലും അവിടെയൊക്കെ ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാണ് കോപ്പറേറ്റീവ്സിൽ ഉണ്ടാവുക. ദെൻ നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. അതേപോലെ സാമൂഹികമായിട്ടുള്ള നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നോം. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത് തന്നെ ഒരു സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. സോ നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. The surplus of the society is distributed on the basis of volume of their transaction with the society. ആ സാമൂഹിക നീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ സർപ്ലസ് ഉണ്ടാവുകയാണെങ്കിൽ ആ സർപ്ലസ് പിന്നെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾ എന്നുള്ള രീതിയിലല്ല, ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് ആ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആൾ. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറാണ്,
ആ കൺസ്യൂമർ സ്റ്റോറിൽ ഏതൊക്കെ മെമ്പേഴ്സാണോ കൂടുതൽ അവിടെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അവർക്കായിരിക്കും അതിനകത്ത് പ്രിഫറൻസ്. ഇതാണ് നോം ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ജനറൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ ജനറൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതി നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും, ഇപ്പോൾ മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും, പ്രൊഡക്ഷൻ സൊസൈറ്റിക്ക് വേറെ തരം ഒബ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഓരോ ഫോം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അനുസരിച്ച്, ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ ഫോം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഓരോ തരത്തിലായിരിക്കും അവരുടെ ഒബ്ജക്റ്റീവ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം. പക്ഷേ ഇൻ ജനറൽ, ലോങ് റണ്ണിൽ ഇൻ ജനറൽ എന്തായിരിക്കും, എല്ലാ കോപ്പറേറ്റീവ്സിനെയും കൂടെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും, ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കുറച്ച് ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ. നമ്മൾ ഈ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കും. അതായത് കോപ്പറേറ്റീവ്സ് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ വന്നപ്പോഴാണ് ഇപ്പോൾ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ വന്നത് എന്നൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. അതേപോലെ അപ്പോൾ അവിടെ ഫസ്റ്റ് വന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആണ്. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, അവർക്ക് കിട്ടുന്ന വേജസ് വളരെ മീഗർ എമൗണ്ട് ഓഫ് വേജസ് അവർക്ക് കിട്ടുന്നുണ്ട്, കാരണം ഭയങ്കര എക്സ്പ്ലോയിറ്റേഷനാണ്. അപ്പോൾ ഈ സാധനങ്ങൾ കർഷകർക്കൊന്നും കാശ് കിട്ടണില്ലെങ്കിൽ ഈ മിഡിൽ മാൻസിൻ്റെ ത്രൂ പോകുന്ന സമയത്ത് സാധനം അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ അടുത്തെത്തുമ്പോൾ അത് കൂടുതൽ കോസ്റ്റ്ലി ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ തുടങ്ങിയത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറാണ് ആദ്യം തുടങ്ങിയത്. ആ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറിൽ അവർ ഇടനിലക്കാരെ ഒഴിവാക്കി അവർ നേരിട്ട് കർഷകരുടെ അടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ജനങ്ങൾക്ക് കൊടുക്കാനാണ് തുടങ്ങിയത്. ഇതിനെയാണ് എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ടു എലിമിനേറ്റ് മിഡിൽ മാൻ, ദെൻ ടു റേസ് ദ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പുവർ, പാവപ്പെട്ട ആൾക്കാരുടെ സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി ബിസിനസ്സുകൾ, ഇപ്പോൾ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി ഫോർ റിച്ചർ കാറ്റഗറി ഓഫ് പീപ്പിൾ. കുറച്ചും കൂടെ എക്കണോമിക്കലി സ്റ്റേബിളായിട്ടുള്ള ആൾക്കാർക്കാണ് അത് സാധിക്കുക. അപ്പോൾ അങ്ങനെ അല്ലാതെ സാധാരണക്കാരന് അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, റേസ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വേറൊരു ഒബ്ജക്റ്റീവ്. ദെൻ റിമൂവൽ ഓഫ് ഈവിൽസ് ഓഫ് ക്യാപിറ്റലിസം. നമുക്കറിയാം ക്യാപിറ്റലിസത്തിനകത്ത് മാർക്കറ്റാണ് എല്ലാം തീരുമാനിക്കുക. അപ്പോൾ അവിടെ ആരുടെ കയ്യിലാണോ കാശുള്ളത് അവരായിരിക്കും ആ മാർക്കറ്റിൻ്റെ റൂള് ഡിമാൻഡൊക്കെ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ഈവിൽസ് ഓഫ് ക്യാപിറ്റലിസം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് ആണ് ഈ ഒരു കോപ്പറേറ്റീവ് ഫോം ഓഫ് സൊസൈറ്റീസ് നമ്മൾ തുടങ്ങുന്നത്. ദെൻ റേസിങ് മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ ഇക്കണോമിക് സ്റ്റാറ്റസ് റേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഒരു മോറൽ സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യും. അവർക്ക് ഞാൻ ഒരു അപകർഷതാ ബോധമുള്ളതൊക്കെ മാറി അവരും കോൺട്രിബ്യൂട്ടിങ് ആണ് സൊസൈറ്റിയിലേക്ക്, എനിക്കും എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, എൻ്റെ കാര്യങ്ങൾക്കും ആൾക്കാർ സഹായത്തിനുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കും. ദെൻ ഇൻക്രീസിങ് ദ പ്രോസ്പെരിറ്റി ഓഫ് ഹോൾ കമ്മ്യൂണിറ്റി. ഇത് നമ്മുടെ ലാംബർട്ടിൻ്റെ ഡെഫിനിഷനിൽ പറയുന്ന പോലെ ഏത് സഹകരണ സ്ഥാപനങ്ങളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ആ സമൂഹത്തിൻ്റെയും കൂടെ, ഇപ്പം നമ്മൾ ബാങ്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും റൂറൽ ഏരിയസിൽ നാഷണലൈസ്ഡ് ബാങ്കിനേക്കാൾ പിയേഴ്സ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കവറേജ് ഉള്ളത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കാണ്. അപ്പോൾ അത് എന്തിനു സഹായിക്കുന്നു, ഈ ബാങ്കിങ് ഹാബിറ്റ് താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക്, ഏറ്റവും റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്കും ഒക്കെ ഈ ബാങ്കിങ് സർവീസസ് ആക്സസ് ചെയ്യാനും അവർക്ക് ബാങ്കിങ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഹോൾ കമ്മ്യൂണിറ്റിയാണ് അതിനകത്ത് പ്രോസ്പെയർ ചെയ്യുന്നത്. ദെൻ അബോളിഷൻ ഓഫ് സോഷ്യൽ ഇൻഈക്വാലിറ്റീസ്. സാമൂഹികമായിട്ടുള്ള അനീതികൾ, എന്താ പറയുക, സന്തുലനം ഉണ്ടാക്കുക എന്നുള്ള, അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുക എന്നൊക്കെ ഉള്ളതാണ് ഒന്ന്. അബോളിഷൻ ഓഫ് സോഷ്യൽ ഇൻഈക്വാലിറ്റി, സാമൂഹികമായിട്ടുള്ള ഇൻഈക്വാലിറ്റീസൊക്കെ ഒഴിവാക്കുക. അതിന് ഒരു പരിധി വരെ കോപ്പറേറ്റീവ്സിന് സാധിക്കും. ദെൻ ന്യൂട്രാലിറ്റി ഇൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. ജാതിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ വ്യത്യാസങ്ങളില്ലാതെ ചെയ്യുക എന്നുള്ളതാണ്, ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. ഒരു കോർപ്പറേറ്റ് ലൈഫ്, അതായത്
നമുക്ക് കമ്പനി തുടങ്ങാൻ കഴിയില്ല, ബിസിനസ് തുടങ്ങാൻ കഴിയില്ല, എന്നാലും നമുക്ക് എന്തെങ്കിലും കുഞ്ഞു ബിസിനസ്സൊക്കെ ചെയ്യാം, കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനൊരു കോർപ്പറേറ്റ് ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, കോപ്പറേറ്റീവിൻ്റെ മോഡേൺ ടേമിൽ അതൊരു ഫോം ഓഫ് ഓർഗനൈസേഷനായിട്ടാണ്, ഫോം ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒബ്ജക്റ്റീവ്സായിട്ട് വരിക, ജനറൽ ഒബ്ജക്റ്റീവ്സായിട്ട് വരിക. ഓക്കെ, താങ്ക് യു.